ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഇപ്പം എല്ലാവർക്കും അറിയണമല്ലേ, ഇപ്പോൾ വീഡിയോ ഇടാനുള്ള മൂഡിലല്ല ഇപ്പോൾ. കാരണം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഉരുൾപൊട്ടൽ പറയുമ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കേരളം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന വയനാട്ടിൽ നിന്നാണ്. കാരണം ഒട്ടും വിചാരിക്കാത്ത ഓരോ സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ ഓരോ ജില്ലയിലത്തെ ആൾക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഓരോ രക്ഷാപ്രവർത്തനമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾക്കാർ ഫുഡിൻ്റെ കാര്യത്തിൽ, ഓരോ കാര്യത്തിൽ, പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, ഓരോ കാര്യം ഓരോരുത്തർ ഓരോരോ ഏൽപ്പിച്ചിട്ട് നമ്മൾക്ക് എല്ലാവരും കേരളം മൊത്തം കോണ്ടാക്ട് ചെയ്ത് എല്ലാവരും സഹായിച്ച് ഓരോ കടയിൽ നിന്ന് ഓരോ സ്ഥലത്തു നിന്നും ചെയ്തു കൊടുക്കുന്ന എല്ലാവരും കാണുന്നതാണ്. ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ്. കാരണം റീച്ചിനാകുമ്പോൾ എന്തും കാട്ടും എന്നുള്ള എല്ലാവർക്കും ഒരു ചൊറിച്ചിലേക്കാരും. പക്ഷെ ഒരിക്കലും നെഗറ്റീവ് അങ്ങനെ പറയരുത്. കാരണം വീഡിയോ നമ്മൾ കേരളക്കാരെങ്ങനെയാണെന്നുള്ളത് അവർക്ക് പുറത്തുള്ള ആൾക്കാർക്കൊന്ന് അറിയണം. അത് വെച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നും നെഗറ്റീവ് കാണുന്നുണ്ടാവും, പക്ഷേ ഓലൊത്തും പറയില്ല. കാരണം ഓല് ചെയ്ത പരമാവധി അവർ ചെയ്യും. പിന്നെ ഓലത്ത് പിന്നെ അതിന് നോക്കില്ല. കാരണം മലയാളി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക, അതാണ് ഓലെ ലക്ഷ്യം. പിന്നെ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ ചെയ്തു കൊടുക്കുക, അതാണ് ഓലെ ജോലി. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അത് ചെയ്തു കൊടുക്കുക. പിന്നെ ₹1 ₹1, ₹100 ₹100, എത്ര റുപ്യ നിങ്ങളെ കയ്യിൽ കൊടുക്കാണ്ട് തീരെ കൊടുക്കാൻ കഴിയാത്തവർ ദ്വാരക്കുക. അതുപോലെ തന്നെ മരിച്ചു പോയവരോടൊക്കെ ദ്വാരക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ജീവൻ തിരിച്ച് കിട്ടിയ ഒരു സ്ഥലത്ത് നിന്ന് പഴയ മാതിരി തിരിച്ച് വരാമെന്ന് എല്ലാവരും ദ്വാരക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പഴയ മാതിരി എല്ലാവരും ഒരു മലയാളി ഒപ്പം ഒറ്റക്കെട്ടായിട്ട് കൂടെ കൂട്ടാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇന്നും தெரியாണ്ട് അന്വേഷിച്ച് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷിച്ച് ഓരോ സ്ഥലത്ത് നോക്കുന്ന ആൾക്കാർക്കൊന്നും പരിക്ക് പറ്റാതെ പഴയമാതിരി തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മലയാളി പറയാൻ നോക്കുക. പിന്നെ അവർ ഏറ്റെടുക്കും, പറഞ്ഞാൽ മാത്രം മതി, അവർ ഏറ്റെടുക്കും. നമ്മളെ കൊണ്ട് പറ്റണത് ചെയ്ത് കൊടുക്കുക. പിന്നെ ₹100 ആയിക്കോട്ടെ, ₹500 എത്ര റുപ്യാണ് കൊടുക്കാൻ കഴിയുന്നു അത്ര കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഫുഡിൻ്റെ കാര്യത്തിലെല്ലാം. അവിടെ എന്തൊക്കെ കുറവില്ല അതൊക്കെ പറയാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ എല്ലാവരും സേഫായിട്ട് നിൽക്കുക. കാരണം ഇപ്പോൾ മഴയില്ല, തോട്ടിൽ ചാടില്ല, കുറച്ച് വെള്ളമുള്ളൂ പറഞ്ഞാൽ ചാടാൻ നിൽക്കരുത്. കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഫോൺ വിളിച്ചാൽ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ പരമാവധി ഒരു ഭാഗത്ത് മാത്രമല്ല അവർ നോക്കുന്നത്, പുറത്ത് വെള്ളത്തിലൊക്കെ നോക്കുന്നുണ്ട്. ഈ പെട്ടെന്ന് ഓടി വരാനും കഴിയില്ല. കാരണം നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ ക്ഷമയോടെ നിൽക്കുക. പിന്നെ സേഫായിട്ട് നിൽക്കുക, നല്ല രീതിയിൽ നിൽക്കുക, അവർക്ക് വേണ്ടി ദ്വാരക്കുക. പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ പഴയ മാതിരി തിരിച്ചു വരണമെന്ന് ദ്വാരക്കുക. പിന്നെ വീട് എടുക്കാനുള്ള ഓരോ സിനിമ നടന്മാർ, അതുപോലെ തന്നെ യൂട്യൂബേഴ്സായിക്കോട്ടെ, എല്ലാ സ്ഥലത്തു നിന്നും ഓരോ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ പെട്ടെന്ന് റെഡിയായി വരാൻ എല്ലാവരും ദ്വാരക്കുക. പിന്നെ എന്തെങ്കിലും വീടിനായിട്ട് ഫണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
എല്ലാവരും കൂടി അറിയിക്കണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എല്ലാവരും കൂടി മലയാളി ഒറ്റക്കെട്ടായിട്ട് വരും എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു. പിന്നെ ഇപ്പോഴത്തെ സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ വെള്ളം കുറഞ്ഞ് വിചാരിച്ച് നമ്മൾ പോയി കണ്ട് ചാടാൻ നിൽക്കരുത്. നമ്മൾ ചാടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ഇപ്പോഴത്തെ ഒലിയുള്ള വെള്ളമാണ്, അതായത് ചളി വെള്ളമാണ്, നല്ല ഒലിച്ചിട്ട് നല്ല സൗണ്ടുള്ള വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നല്ല മനസ്സിലാക്കുക. ചാടിക്കഴിഞ്ഞാൽ പിന്നെ ആളെ കാണില്ല. ആളെ കാണാൻ തിരഞ്ഞു നോക്കാൻ ആളെ വേറെ ആൾ വിളിക്കേണ്ടി വരും. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കരുത് ഒരു കാരണവശാലും. അവർ വയനാട്ടിലേക്കാരും മറ്റേ എല്ലാവരോടും പറയാനുള്ളത് സേഫായിട്ട് നിൽക്കുക. പിന്നെ നീന്താൻ പോകുന്ന രണ്ടാൾക്കാർക്കും നീന്താൻ അറിയാണ്ട് ഒരാൾ മാത്രം നീന്തിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഓലും പേടും, രണ്ടാൾ പേടും. അപ്പോൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഇതിൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ്. എല്ലാവരും ഇത് ഇപ്പോൾ ഈ വയനാട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക, പയ്യന്മാർ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ചു പോയവർക്ക് എല്ലാവരും വെള്ളിയാഴ്ച അതുപോലെ കാലം കഴിഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക. അത്രയേ പറയാനുള്ളൂ. പിന്നെ വേറെ ഒന്നും പറയില്ല. പിന്നെ പറയാനുണ്ടെങ്കിൽ പിന്നെ പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും.